നമ്മൾ ഈ ടോപ്പിൽ നിന്ന് 10 അളവെടുത്തായിരുന്നു ആദ്യം. അതിനകത്ത് സ്ലീവിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സ്ലീവ് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളം നോക്കാം. അതായത് ഈ ഷോൾഡർ കഴിഞ്ഞുള്ള ഭാഗത്തു നിന്നും എൻഡ് വരെ 6 ഇഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് എഴുതിയെടുക്കാം. അതിനുശേഷം സ്ലീവ് എൻഡ്, അതായത് സ്ലീവ് റൗണ്ട്, നമ്മുടെ സ്ലീവ് തീരുന്ന ഭാഗം, നമ്മുടെ കൈവണ്ണം എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് അതും 6 ഇഞ്ചാണ്. അതും അടയാളപ്പെടുത്തി. അതിനുശേഷം ആം ഹോൾ നമ്മൾ ടോപ്പിനെടുത്തായിരുന്നു, അതുപോലെ തന്നെയാണ് എടുക്കേണ്ടത്. 9 ഇഞ്ച് 9 ഇഞ്ച് അളന്നു. ഇനി നമുക്കൊരു അളവ് വേണം. അതായത് ആം ഹോൾ ലൂസ് വേണം. സ്ലീവ് നേരെ വെച്ചിട്ട്, ഇവിടുത്തെ ഹൈറ്റ് അല്ലല്ലോ ഇവിടുത്തെ ഹൈറ്റ്. അപ്പം നമുക്ക് ഈ ഇവിടുന്ന് ഈ ഭാഗത്ത്, അതായത് ആം ഹോളിൻ്റെ സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ അവിടുന്ന് നേരെ എങ്ങോട്ടാണോ വരുന്നത്, ഈ ടേപ്പ് പിടിച്ചാൽ നേരെ എങ്ങോട്ടാണോ വരുന്നത് അവിടേക്ക് പിടിക്കുക. 8 ഇഞ്ച്. ഇങ്ങനൊന്നും പോകരുത്, പോയ അളവ് വ്യത്യാസം വരും. നേരെ, അതായത് കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുക. 8.25 ഇഞ്ചാണ് ആം ഹോൾ ലൂസ്. ഇങ്ങനെ 4 അളവുകൾ നമ്മൾ സ്ലീവിൽ നിന്നും, അതിപ്പോൾ 3/4 ആണെങ്കിലും ഫുള്ളാണെങ്കിലും ഹാഫ് ആണെങ്കിലും എന്താണെങ്കിലും 4 അളവ് ഇങ്ങനെ എഴുതി എടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ അളവ് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നു. ആ അളവും പ്രകാരം നമുക്ക് നമ്മുടെ മെറ്റീരിയലിൽ തുണി മടക്കിയിടണം. സാധാരണ നമ്മൾ ചുരിദാർ ടോപ്പിൽ മടക്കുന്നത് പോലെ തന്നെ തുണി 4ആക്കി മടക്കാം. നമ്മൾ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്ത ശേഷം നമുക്ക് തുണി എങ്ങനെയാണോ ബാലൻസ് കിട്ടുന്നത് അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണം തുണി മടക്കാൻ. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ തുണി ഉള്ളത് കൊണ്ട് എങ്ങനെ വേണേലും മടക്കാം. അപ്പം ഞാനിവിടെ തുണി 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. വെറുതെ 4ആക്കി മടക്കിയിട്ടാൽ പോരാ, അളവ് നോക്കിയ ശേഷം മടക്കിയിടണം. എൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ തുണി 4ആക്കി മടക്കിയിട്ടിട്ട് 6 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തണം. പ്ലസ് 1.5 ഇഞ്ച് എടുക്കണം. അപ്പോൾ എത്രയായി? 6 + 1.5 7.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് തുണി ലെങ്ത്ത് എടുക്കണം. മനസ്സിലായല്ലോ? ഞാൻ തുണി ഇങ്ങനെയാണ് മടക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടോ, ഇത് നല്ല വശം ഇങ്ങനെ മടക്കുക. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് ലെങ്ത്ത് കിട്ടുന്നുണ്ട്. 6 ഇഞ്ച് ലെങ്ത്തും പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ 6.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് വിട്ടെടുക്കണ്ടേ, ഇങ്ങനെ മടക്കണം. വെറുതെ എല്ലാ തുണിയും കൂടി ഇങ്ങനെ മടക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവിന് നമുക്ക് തുണി മടക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു അളവെടുത്തായിരുന്നു. അതായത് ആം ഹോൾ ലൂസ് എന്ന് പറഞ്ഞൊരു അളവെടുത്തായിരുന്നു. അതായത് ഇതാണ് ആം ഹോൾ ലൂസ്. ഇത് ആം ഹോൾ കർവ്. ഇത് നമ്മൾ ടോപ്പിൽ എടുത്തായിരുന്നു. 9 ഇഞ്ചാണ് ഈ ടോപ്പിൽ കിട്ടിയത്. അത് തന്നെ മതി, സെയിമാണ്. അതേ ഇപ്പം നമ്മൾ അളന്ന് നോക്കിയാലും ആ ഒരു 9 ഇഞ്ച് തന്നെ ആയിരിക്കും. നമുക്ക് സ്ലീവിൻ്റെ ഭാഗത്ത് വെച്ചല്ല അളവെടുക്കേണ്ടത്, ടോപ്പിൻ്റെ കർവിൽ വെച്ച് വേണം അളവെടുക്കാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് വിട്ട് ടേപ്പ് ഇങ്ങനെ വിട്ടെടുക്കണം. 9 ഇഞ്ച് ആണ് നമ്മുടെ കർവ്. പക്ഷേ ഇത് നമ്മുടെ ലൂസാണ്. അതായത് ആം ഹോൾ ലൂസ്. നമുക്ക് എത്ര തുണി നമുക്ക് വേണം എന്നറിയാൻ നമ്മുടെ കൈയുടെ മുകൾ ഭാഗത്തിൻ്റെ വണ്ണം നമുക്ക് വേണ്ടേ, അതിൻ്റെ ലൂസാണ് ഇത്. അപ്പോൾ തുണി സ്ലീവ് ഇങ്ങനെ നിവർത്തിയിട്ട ശേഷം
ഈ ആം ഹോളിൻ്റെ അവിടുന്ന് വെച്ച് എവിടെ വെച്ചാൽ നേരെയാകും നോക്കണം. ടേപ്പ് നിവർത്തി വെക്കുക. കണ്ടോ, 8 ഇഞ്ചാണ്. ഇത് നമുക്ക് ഇങ്ങനെ പോകും തോറും കൂടും. അങ്ങനെ പോകരുത്. കറക്റ്റ് നിവർത്തി വെച്ച് ലെവലായിട്ട് ഏത് ഭാഗത്ത് വരുന്നോ ആ ഭാഗത്ത് അളവെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ലൂസ് വന്നിരിക്കുന്നത് 8 ഇഞ്ചാണ്. ഓക്കെ, 8 ഇഞ്ച് നമ്മൾ തയ്ച്ച് കഴിയുമ്പം വേണം. അപ്പോൾ അതുകൊണ്ട് 8 + 1.5 ഇഞ്ച് ലൂസ് നമുക്കിടാം. ലൂസല്ല, തയ്യൽ തുമ്പിടാം. നമ്മൾ ടോപ്പിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ലൂസ് വേണ്ട. ലൂസൊക്കെ ഓൾറെഡി ആഡ് ചെയ്താണ് നമ്മളിത് തയ്ച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡ്രസ്സിൽ നിന്നും അളവെടുക്കുമ്പോൾ നമുക്ക് ലൂസ് ഇടേണ്ട ആവശ്യമില്ല. തയ്യൽ തുമ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 8 + 1.5 9.5 ഇഞ്ച് വീതി നമുക്ക് വേണം. കണ്ടല്ലോ, 9.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ തുണി വീതി മടക്കിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ലെങ്ത്ത് +1.5, ആം ഹോള് ലൂസ് +1.5, അങ്ങനെ നമുക്ക് 4 തുണി എടുത്ത ശേഷം നമുക്കിതങ്ങ് കട്ട് ചെയ്യാം. ഈ പീസ് മാത്രം മതി. നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. നമ്മുടെ അളവുകളൊക്കെ നമുക്ക് വരച്ചു തുടങ്ങാം. സ്ലീവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ടൊരു അളവ് വേണം. നമ്മുടെ ഈ സ്ലീവിൻ്റെ ഈ ആം ഹോൾ മുതൽ ഇവിടം വരെ നോക്കുമ്പോൾ കറക്റ്റ് ലെവല് എവിടെ വരുന്നെന്ന് നോക്കണം. ഇതാണ് കറക്റ്റ് ലെവൽ അല്ലേ? സ്ലീവ് ആം ഹോൾ ഇവിടെ തീരുന്നു, പക്ഷേ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇങ്ങോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടണം. ഇതിന് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയും. ഇതിനെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. സാധാരണഗതിയിൽ 3.5 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റായിട്ട് എടുക്കാറ്. കോമൺ ആയിട്ട് എല്ലാവരും ചെയ്തു വരുന്നത് നമുക്ക് ഇവിടുന്ന് ലെങ്ത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യാറ്, കോമൺ ആയിട്ട്. പക്ഷേ നമ്മുടെ അളവും കാര്യങ്ങളും വെച്ച് നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് ആം ഹോൾ കർവ്, അതായത് നമ്മൾ ആം ഹോൾ കർവ് അളന്നായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ അളന്നായിരുന്നു. ഈ കർവും മൈനസ് ആം ഹോൾ ലൂസ്. മനസ്സിലായോ? ആം ഹോൾ കർവ് മൈനസ് ആം ഹോൾ ലൂസ്. അപ്പോൾ എൻ്റെ ആം ഹോൾ കർവ് 9 ഇഞ്ചാണ്. അപ്പോൾ എൻ്റെ ആം ഹോൾ ലൂസ് 8 ഇഞ്ചുമാണ്. അപ്പോൾ 9ൽ നിന്ന് 8 പോയാൽ 1 ഇഞ്ച്. എനിക്ക് 1 ഇഞ്ചാണ് കിട്ടുന്നത്. അങ്ങനെയുള്ളവർക്ക് 1 ഇഞ്ച് കിട്ടിയത് കൊണ്ട് എനിക്ക് 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 3 ഇഞ്ചാണ് എനിക്ക് ക്യാപ്പ് ഹൈറ്റ് എനിക്ക് ഈ ടോപ്പിൽ ഈ സ്ലീവിൽ എടുക്കേണ്ടത്. 3 ഇഞ്ചാണ് ക്യാപ്പ് ഹൈറ്റായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ആ 3 ഇഞ്ച് എടുത്ത് നമുക്കിങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ? എന്നോട് പറഞ്ഞുതരാം. അതായത് ആം ഹോള് കർവ് മൈനസ് ആം ഹോള് ലൂസ്. അപ്പോൾ എൻ്റെ ആം ഹോൾ കർവ് 9 ഇഞ്ചാണ്, മൈനസ് എൻ്റെ ആം ഹോൾ ലൂസ് 8 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 1 ഇഞ്ചാണ്. ഇതിൻ്റെ നമുക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്. ഈ 1 ഇഞ്ചായിട്ട് കിട്ടുന്നവർക്ക് നമുക്ക് 3 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് എടുക്കാം. ഓക്കെ, ഇത് തന്നെ നമുക്കിപ്പോൾ എൻ്റെ 10 വന്നിരിക്കുന്നതെന്ന് വെച്ചോ. ആം ഹോൾ കർവ് 10 ആം ഹോൾ ലൂസ് എൻ്റെ 8 തന്നെയാണെങ്കിൽ 8.5 ആണെങ്കിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 1.5 ഇഞ്ച് ഡിഫറൻസ് ഉണ്ട്. ഈ 1.5 ഇഞ്ച് ഡിഫറൻസ് ഉള്ളവർക്ക് എത്ര എടുക്കണം? 3.5 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് എടുക്കണം. ഓക്കെ ആണല്ലോ? ഈ ഡിഫറൻസ് 2 ഇഞ്ച് വന്നാലോ? ഈ ഡിഫറൻസ് നമുക്ക് 2 ഇഞ്ച് വന്നു. ഇപ്പോൾ 8 ആണെങ്കിൽ 2 ഇഞ്ച് വരും. 2 ഇഞ്ച് വന്നാൽ നമുക്ക് എത്ര എടുക്കണം? 4 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് എടുക്കണം. 2 ഇഞ്ച് വന്നാൽ 1.5 ഇഞ്ചാണ് ഇവിടെ. 1.5 ഇഞ്ച് വന്നാൽ 3.5 ഇഞ്ച് എടുക്കണം. 2 ഇഞ്ച് വന്നാൽ 4 ഇഞ്ച്
ക്യാപ്പ് ഹൈറ്റ് എടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ക്യാപ്പ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ക്യാപ്പ് ഹൈറ്റ് ഒരു ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ് എൻഡ് എനിക്ക് 6 ആയിരുന്നു. ഞാൻ 1/2 ഇഞ്ച് എനിക്ക് ലൂസും കൂടി എടുക്കും. കാരണം ലൂസല്ല, ഇച്ചിരി ടൈറ്റാണ്, അതുകൊണ്ട് ഞാൻ 6.5 എടുക്കുന്നു. 6.5 പ്ലസ് 1.5 8 ഇഞ്ച് താഴെ അടയാളപ്പെടുത്താം. സ്ലീവ് റൗണ്ടിൽ അടയാളപ്പെടുത്തണം. ഇവിടെ നമുക്ക് എന്ത് അടയാളപ്പെടുത്തണം? നമുക്ക് എത്രയാണ് കിട്ടിയത്? ആം ഹോള് ലൂസ് എത്രയാണ് കിട്ടിയത്? 8 ഇഞ്ച്, 9.5 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും 8 ഇഞ്ച് നമ്മുടെ കറക്റ്റ് ലൂസും എടുത്തിട്ട് ഇത് രണ്ടും നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ എടുത്ത അളവുകൾ തമ്മിൽ നമുക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അതായത് ഇതാണ് നമ്മുടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യണ വര, ഇത് തയ്യൽ തുമ്പ്. ഓക്കെ, ഇനിയും നമുക്ക് ഈ ആം ഹോൾ കർവ് ശ്രദ്ധിച്ചാൽ ഇവിടുന്നേ കർവ് വരുന്നില്ല. അതായത് ഇവിടെ മരം സ്ട്രെയിറ്റ് ആയിട്ട് വന്ന ശേഷമാണ് ഇവിടുന്നാണ് കർവ് വരുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ മരം ആദ്യം ലെവലാക്കി വെച്ചിട്ട് വേണം അവിടുന്നാണ് കർവ് വരുന്നത്. അപ്പം നമുക്കതിൻ്റെ ഒരു അടയാളം, അതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് എൻ്റെ ഈ ആം ഹോൾ കർവ് നമ്മൾ അളന്നത് 9 ഇഞ്ചായിരുന്നു. ഓക്കെ, 9 ഇഞ്ച് ഉള്ളവർക്ക് 9 9 എബോവ് ഉള്ളവർക്ക് ഇവിടുന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്താം. സ്ട്രെയിറ്റ് ആയിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്താം. അതായത് 7 മുതൽ 8.5 വരെയാണ് ആം ഹോൾ കർവെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് എടുത്താൽ മതി. 1.5 ഇഞ്ച് എടുത്താൽ മതി. ഇത് 9 ആൻഡ് എബോവ് ആണെങ്കിൽ നമുക്ക് 2 ഇഞ്ച് എടുക്കാം. അത് സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തുക. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 1 ഇഞ്ച് എടുത്താൽ മതി. കുഞ്ഞു കുട്ടികൾക്കൊക്കെ തയ്ക്കുമ്പം 1 ഇഞ്ച് എടുത്താൽ മതി. ഇപ്പം 9 മുതൽ മേലോട്ട് 2 പറഞ്ഞു. അത് കോമൺ ആയിട്ട് 9-ന് ശേഷം എത്ര ഉണ്ടെങ്കിലും 2 എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ 1 ഇഞ്ച് എടുത്താൽ മതി ക്യാപ്പ് ഹൈറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വീതി. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പോയിൻറ്റും നമ്മളിവിടെ ആം ഹോൾ ലൂസ് എടുത്തില്ലേ, ഈ തയ്യൽ തുമ്പല്ല, ലൂസ് എടുത്തതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇങ്ങോട്ട് പോകരുത്, ഇവിടുന്നല്ല, നമ്മൾ കറക്റ്റ് നമ്മുടെ വണ്ണം ആം ഹോൾ ലൂസിൻ്റെ അവിടത്തേക്ക് ഈ ഒരു പോയിൻ്റ് എടുത്ത് ആ പോയിൻറ്റും ഇതും കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഇവിടുന്ന് ടേപ്പ് വെച്ച് കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഹാഫ് എടുക്കണം. അളവൊന്നും നോക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഹാഫ് ഈ ടേപ്പ് ഇങ്ങനെ 2ആക്കി മടക്കിയാൽ കിട്ടും. അതിൻ്റെ ഹാഫ് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അതിനുശേഷം ഈ പകുതി അടയാളപ്പെടുത്തിയതിൽ നിന്നും മുകളിലേക്ക്, അതായത് പുറത്തേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പം ഇങ്ങനെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ അളവ് വ്യത്യാസം വരും. ഈ ഒരു സംഭവത്തിൻ്റെയും കൂടെ അളവ് വരും. അതുകൊണ്ട് നമുക്ക് ടേപ്പ് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ അരയിൽ നിന്ന് അങ്ങോട്ട് അളക്കാം. അപ്പോൾ കറക്റ്റ് 1/2 ഇഞ്ച് നമുക്ക് കിട്ടും. ഓക്കെ, വ്യത്യാസം വരും. നമ്മൾ ഇവിടുന്ന് അര എടുക്കുന്നതും ഇവിടുന്ന് അര എടുക്കണം നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ വര കണ്ടോ, ഇവിടെ വര വരും. അതുകൊണ്ട് ഒരിക്കലും 1/2 ഇഞ്ച് എടുക്കുമ്പം ഈ സംഭവം ഉപയോഗിക്കരുത്. എവിടുന്നെങ്കിലും 1/2 ഇഞ്ച് എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 1/2 ഇഞ്ച്. അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് ഈ പോയിൻറ്റിൽ നിന്നും ഈ പോയിൻറ്റിലേക്ക് വരാം. കണ്ടോ, ഈ പോയിൻറ്റിൽ നിന്നും ഈ പോയിൻറ്റിലേക്ക്, അതിനുശേഷം ഈ പോയിൻറ്റിൽ നിന്നും ഇവിടത്തേക്ക് നമ്മൾ വരച്ച ആ വരയുടെ അടുത്ത്, ഈ പോയിൻറ്റിൻ്റെ അടുത്ത് വേണം എത്താൻ. ഇങ്ങോട്ട് പോരുത്. ഇതാണ് നമ്മുടെ ബാക്ക് ആം ഹോള്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഒരു ഒഴുക്കിലങ്ങ് പോകണം. ഇവിടെ ഒരു പോയിൻ്റ് വരരുത്. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടരുത്. ഇങ്ങനെ വന്ന് ഒരു ഒഴുക്കിൽ ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ആ ഒരു പോയിൻ്റ് അവിടെ കിട്ടാതെ നമുക്ക് ശരിക്കും ഈ ഒരു ഷേപ്പ് കിട്ടും.
ഫ്രണ്ട് ആം ഹോള് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹാഫ് എടുത്തില്ലേ, ഈ ഒരു പോയിൻ്റ്, ഈ ഹാഫിൽ നിന്ന് ടേപ്പ് വെച്ച് ഇതിൻ്റെ ഹാഫ് എടുക്കണം, അതായത് ഇതിൻ്റെ ഹാഫ് എടുക്കണം. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഹാഫ് എടുക്കണം. ഇവിടെ നമ്മൾ ഫുള്ളിൻ്റെ ഹാഫ് എടുത്തത് മുകളിലേക്ക്, ഹാഫ് എടുത്തിട്ട് നമ്മൾ അരയിഞ്ച് അടയാളപ്പെടുത്തത് മുകളിലേക്ക്. ഇവിടെ നമ്മൾ ഈ ഹാഫിൻ്റെ ഹാഫ് എടുക്കണം. ഹാഫിൻ്റെ ഹാഫ് എടുത്തിട്ട് അരയിഞ്ച് അടയാളപ്പെടുത്തേണ്ടത് താഴത്തേക്ക്, ഓപ്പോസിറ്റ് സൈഡ്. ഇത് മുകളിലേക്കാണെങ്കിൽ ഇത് താഴത്തേക്കും അതും ഇതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് വേണം അരയിഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അരയിഞ്ചിൽ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടരുത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വരയുടെ സെൻറ്ററാണ് എടുത്തിട്ട് 1/2 ഇഞ്ച് പുറത്തേക്ക് അടയാളപ്പെടുത്തിയാണ് നമ്മൾ ബാക്ക് ആം ഹോൾ വരച്ചത്. നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹാഫിൻ്റെ ഹാഫ് അടയാളപ്പെടുത്തി, ഈ പോയിൻ്റ്. എന്നിട്ട് നമ്മുടെ സ്ലീവിലേക്ക്, പുറത്തേക്കല്ല സ്ലീവിലേക്ക് 1/2 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിൻറ്റിൽ നിന്നും ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്റർ വരെ ഇതേ പോയിൻ്റ്, ഇതേ ലൈനിൽ കൂടെ തന്നെ വരിക, സെൻറ്റർ വരെ. അതിന് ശേഷം താഴത്തേക്കെടുത്ത് ഈ ഒരു പോയിന്റിൽ എത്തിക്കണം. കണ്ടോ? ഇങ്ങനെ വരണം. ഇത് നമ്മൾ നീട്ടി വരച്ചെന്നേ ഉള്ളൂ, ഇത് നമ്മുടെ വരയല്ല. ഇവിടുന്ന് സെൻറ്ററോളം ഇങ്ങനെ വന്നിട്ട് താഴത്തേക്ക് ഈ ഒരു ഇതിലേക്ക് വരണം. ആ നേർരേഖ നമ്മൾ വരച്ചതിൻ്റെ അവിടത്തേക്ക് വരണം. എന്നിട്ട് ഇവിടുന്ന് ഇതിലേക്ക് വരയ്ക്കണം, ഷേപ്പ് ചെയ്യണം. കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇത് ഇവിടെ കൊണ്ടുവരണം. ഇങ്ങനെ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ബാക്ക് ആം ഹോള്, ഇത് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ. സ്ലീവ് നമ്മൾ വരച്ച് കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, നമ്മൾ 6 ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് പറഞ്ഞത്, സ്ലീവ് ലെങ്ത്ത്. നമ്മൾ 1.5 ഇഞ്ച് കൂട്ടി നമ്മൾ തുണി ഇട്ടിട്ടുണ്ട്. നമുക്ക് വേറൊരു കാര്യം വേണമെങ്കിൽ ഇതിനകത്ത് ചെയ്യാം. അതായത് ഇവിടെ ഷോൾഡർ അടിക്കാനുള്ള സ്പേസ്, അതായത് ഒരു 3 പോയിൻ്റ് വിട്ട ശേഷം കറക്റ്റ് ലെങ്ത്ത് എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. നമുക്ക് അടിവശം മടക്കി തയ്ക്കാനുള്ള നമ്മളിപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പം നമുക്കിത് എത്ര വേണം? 6.5 വേണം. 1/2 ഇഞ്ച് ഇവിടെ അടിച്ചു പോകും. അപ്പം നമുക്ക് 6 ഇഞ്ച് സ്ലീവ് കിട്ടും. ഓക്കെ, അതിന് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഒന്ന് അളന്നു. ഇത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 6.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച വരി ഒന്ന് മാറും. ഇത് മാത്രമേ മാറത്തുള്ളൂ, റൗണ്ട് മാത്രമേ മാറുള്ളൂ. ഇങ്ങനായി. നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. സാധാരണ തുണി ഈ തുമ്പ് മടക്കാതിട്ട് ചെയ്യുന്നതും നമ്മളിങ്ങനെ മടക്കിയിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് അടിവശം മടക്കി അടിക്കാനുള്ള കറക്റ്റ് നമുക്ക് അളവ് നമുക്കവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ബാക്ക് ആം ഹോള് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ സ്ലീവ് വന്നേക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വരെ മടക്കി അടിക്കാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അളവെടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? ഇങ്ങനെ ചെയ്യേണ്ട വർക്ക് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അവിടെയും കൂടെ ഒരു പോയിൻ്റ് ഇട്ടപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇത് വെച്ച് അങ്ങോട്ട് മടക്കിയാൽ മതി. ഇവിടം വരെ ഒരു മടക്ക് മടക്കി അടുത്ത മടക്ക് ഇവിടെ വരും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടണം. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഈ ഒരു 2 പോയിൻ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടാം. ഓക്കെ, അതിന് മുമ്പേ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇത് നമുക്ക് നിവർത്തിയിട്ടിട്ട് ഇത് ഒന്നുകിൽ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ കറക്റ്റാണ് ഇട്ടിരിക്കുന്നത്, എനിക്ക് ആ പോയിൻ്റ് കട്ട് ചെയ്താൽ മാത്രം മതി.
നല്ല വശവും ചേർന്നാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ചീത്ത വശവും ചേർന്നാണോ എന്ന് നോക്കണം. അതായത് ഇതിൻ്റെ അടിയിൽ. എന്നാലാണ് രണ്ട് സ്ലീവിൻ്റെയും ഇപ്പുറവും വെക്കുമ്പോൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് കറക്റ്റ്. മനസ്സിലായി? ഇതിപ്പോൾ എൻ്റേത് കറക്റ്റാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാം. ഇത്ര പീസാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുഴിച്ച് വെട്ടി. നമ്മൾ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടി. അതുകൊണ്ട് നമുക്ക് സ്ലീവിനും കുഴിച്ച് വെട്ടണം. ഈ ഒരു പീസാണ് നമുക്ക് ചുളിവ് വരും. ഫ്രണ്ടിൽ നമുക്ക് ചുളിവ് വരും. അതുകൊണ്ടാണ് നമ്മളിത് ഫ്രണ്ട് കുഴിച്ച് വെട്ടി കളയുന്നത്. ഓക്കെ. ഇപ്പം നമ്മുടെ സ്ലീവ് നോക്കിയേ, രണ്ട് ഭാഗവും കുഴിച്ച് വെട്ടിയ ഭാഗം ഒരേപോലെ വരണം. ചിലത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുമ്പോൾ ശരിയാവില്ല. കാരണം ഈ ഒരു കുഴിച്ച് വെട്ടിയത് ബാക്കിൽ പോകും, ഈ ഒരു കുഴിച്ച് വെട്ടിയത് ഫ്രണ്ടിൽ വരും. അങ്ങനെ വരരുത്. അപ്പോൾ അതുകൊണ്ട് സ്ലീവ് കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വശവും ചേർന്ന്. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ, തുണി മടക്കുമ്പോൾ തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും സ്ലീവ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അഥവാ എന്തെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും, വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.